കൂട്ടുകാരെ, സഹോദരങ്ങളെ, എല്ലാവർക്കും ഒരു നമസ്കാരമുണ്ട്. എന്തൊക്കെ വിശേഷം? എല്ലാവർക്കും സുഖമാണോ? കുക്കിങ്ങൊന്നും ഞാനിപ്പോൾ കാണിക്കുന്നില്ല. എന്തെന്ന് പറഞ്ഞാൽ കുക്കിങ് കാണിക്കാൻ പറ്റുന്ന സാഹചര്യത്തിലല്ല. ഇവിടെ ഒരു അമ്മയും ഒരു അച്ഛനും മാത്രമേ ഉള്ളൂ. അപ്പോൾ അവർക്ക് ഫുഡ് അങ്ങനെ കണ്ടമാനം ഫുഡൊന്നും ഉണ്ടാക്കാറില്ല. എന്തെങ്കിലും ഒരു കറിയും ചോറോ എന്നുള്ള രീതിയിൽ എന്തെങ്കിലും ഒരു തോരനോ ഒരു അവിയലോ അല്ലെങ്കിൽ ഒരു ചക്കയോ ഒരു മീൻകറിയോ പിന്നെ ഒരു ഒഴിക്കാനോ ഒക്കെ അങ്ങനെ ചെയ്യും. അപ്പോൾ അത് എളുപ്പം തന്നെ വെച്ചെടുത്തിട്ട് എളുപ്പം തന്നെ കൊടുക്കാൻ നോക്കും. മരുന്നൊക്കെ കഴിക്കുന്നതല്ലേ, അങ്ങനെ മേശപ്പുറത്തൊന്നും കൊണ്ടുവച്ച് അങ്ങനെ അതൊന്നും ചെയ്യാറില്ല. അടുപ്പിന്നേക്കെ തന്നെ ഇത് റെഡി ആകുമ്പോഴേക്കും കോരിക്കൊണ്ടൊന്ന് ചേച്ചിക്ക് കൊടുക്കും, മരുന്ന് കഴിക്കണോണ്ട് വിശക്കുന്നു എന്നൊക്കെ പറയുമ്പം. അതുകൊണ്ടൊന്നും എടുത്ത് എനിക്ക് കാണിക്കാനൊന്നും പറ്റാത്ത സാഹചര്യങ്ങളാണ്. അങ്ങനെ ഞാൻ ഇന്ന് എന്ത് ചെയ്തെന്ന് പറഞ്ഞാൽ ക്യാരറ്റും മുരിങ്ങയിലയും കൂടെ ഒരു തോരൻ. ക്യാരറ്റ് മുരിങ്ങയില എങ്ങനെ തോരൻ വന്നതെന്ന് വെച്ചാൽ ഞാൻ ക്യാരറ്റ് മാത്രം തോരൻ വെക്കാമെന്ന് വിചാരിച്ച് സവാള ഇട്ടിട്ട് അങ്ങനെ ചെയ്യുന്ന കൂട്ടത്തിൽ ഇപ്പോൾ ഞാൻ ഓർത്ത് ഇപ്പോൾ കുറച്ചേ ഉള്ളൂ ക്യാരറ്റ് കേട്ടോ. അപ്പോൾ ഞാൻ ഓർത്ത് ഇച്ചിരി മുരിങ്ങയിലയും കൂടെ ഇടാമെന്ന്. അങ്ങനെ മുരിങ്ങയിലയും കൂടെ ഊരി ഇട്ട്. അപ്പോൾ കൊള്ളാം കേട്ടോ, നന്നായിട്ടുണ്ട്. കഴിക്കാനും നല്ല ടേസ്റ്റും ഉണ്ട്. പിന്നെ മുരിങ്ങയില തന്നെ നമ്മളെ നല്ലതല്ലേ, മുരിങ്ങയില നമുക്ക് എല്ലാ രീതിയിലും ഗുണമുള്ളതല്ലേ. അപ്പം മുരിങ്ങയില മാത്രം തന്നെ തോരൻ നല്ലതാ, ചക്കക്കുരു ഇട്ടിട്ട് തോരൻ നല്ലതാ. അങ്ങനെ ഞാൻ പക്ഷേ ഇന്ന് ഇങ്ങനെ ചെയ്തു. പക്ഷെ കാണാനും നല്ല, എനിക്ക് ഏറ്റവും കാണാൻ ഭംഗിയുള്ളതാണ് എനിക്ക് ഭയങ്കര ഇഷ്ടം കേട്ടോ. നല്ല കളർഫുള്ള്. പിന്നെ ഞാനിതിനകത്ത് ചേർത്തറിയാമല്ലോ നമ്മുടെ തോരത്തിന് എന്തുവാണെന്നുള്ളത്. ഞാനിച്ചിരി ഒരു ശകലം ജീരകവും ശകലം വെളുത്തുള്ളിയും പച്ചമുളകും കൂടെ തേങ്ങയും കൂടെ ചതച്ച് ഇട്ട് ക്യാരറ്റ് കടുക് വറുത്ത് അതിനകത്തിട്ട് ചിക്കിയിട്ട് ക്യാരറ്റ് സവാളയും കൂടെ കൊത്തിപ്പൊടിച്ച് കടുക് വറുത്തതിൽ ചിക്കിയിട്ട് പിന്നെ അതിൻ്റെ മീതെ നമ്മൾ ചതച്ചെടുത്ത അരപ്പിട്ടിട്ട് മുരിങ്ങയില ഊരി വെച്ചിരുന്നത് അതും കൂടെ അതിൻ്റെ മണ്ടയ്ക്കിട്ട് ഒരു ശകലം കൈവെള്ളമല്ല ഞാൻ തളിച്ചത്. എന്തെന്ന് വെച്ചാൽ മറ്റേ അരപ്പിൻ്റെ ഒരു ശകലം വെള്ളം, ഒരു തുള്ളി വെള്ളം ഉണ്ടായിരുന്നു, അതിങ്ങനെ ഒഴിച്ചിട്ട് പൊത്തി മൂടി. ഇപ്പോൾ വെന്ത് നല്ല റെഡി ആയിട്ടുണ്ട് കേട്ടോ, നന്നായി. അപ്പോൾ ഇതിനകത്ത് അതാണ് ഇന്നത്തെ തോരൻ. പിന്നെ ഞാൻ എന്തോ ചെയ്യാന്ന് വെച്ചാൽ കാണാൻ എന്തൊരു ഭംഗി, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനത്തെ ഒരു കളറൊക്കെ. കുറച്ചും കൂടെ ഈ മുരിങ്ങയില പിരുന്ന് കിട്ടാനുണ്ട് കേട്ടോ, കുറച്ചും കൂടെ പിരുന്ന് വരണം, നന്നായിട്ട് പിരുന്ന് വരണം. പിന്നെ എന്തുവാന്ന് വെച്ചാൽ മുരിങ്ങയില നമ്മുടെ മുരിങ്ങാക്കായും സവാളയും കൂടെ തീയൽ അറിയാമല്ലോ. ഞാൻ പിന്നെ തേങ്ങ വറുത്തിട്ട് തേങ്ങ നല്ലോണം വറുത്തില്ല, ഇച്ചിരി പച്ച തീയൽ വെക്കാനാണ് പറഞ്ഞത്. പിന്നെ പച്ച തീയൽ വേറൊരു ചുവ വരും, അതുകൊണ്ട് ഞാൻ പിന്നെ ഒരു ശകലം ചൂടാക്കി. നമ്മുടെ നല്ല ചുമക്കിയൊന്നും ആയില്ല, ഇച്ചിരി ഒന്ന് പച്ച വാട്ടി ഇച്ചിരി ഒന്ന് എടുത്തിട്ട് പിന്നെ മുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും കൂടെ തേങ്ങ ഒന്ന് ഇങ്ങനെ വറുത്ത് തന്നിട്ട് എൻ്റെ ഇട്ട് ചിക്കിയിട്ട് ഒന്ന് മാറ്റി പച്ചമണം മാറ്റി നമുക്ക് അരച്ചെടുത്തു. പക്ഷേ ഞാനൊരു ശകലം എന്തെന്ന് ഇച്ചിരി ഒന്ന് കുറുവണമല്ലോ എന്ന് ഓർത്ത്. ഇതിനകത്ത് കുറുവാനൊന്നും ഇല്ലല്ലോ. അപ്പോൾ ഒരു ശകലം മറ്റേ ഉലുവ ചേർത്ത്, വറുത്ത ഉലുവ എന്നിട്ട് അരച്ച് ചേർത്ത് കടുക് വറുത്തിട്ടൊക്കെ എടുത്തു. കടുക് വറുത്തത് എങ്ങനെയെന്ന് വെച്ചാൽ ഞാൻ കടുക് പൊട്ടിച്ചിട്ടാണ്, എണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ചതിന് ശേഷമാണ് സവാളയും മറ്റേ നമ്മുടെ മുരിങ്ങയ്ക്കയും കൂടെ അതിനകത്തിട്ട് നല്ല വഴറ്റിയത്. കുറേ അങ്ങോട്ട് വഴറ്റിയെടുത്തതിന് ശേഷമാണ് ഇച്ചിരി വെള്ളം ഒഴിച്ചിട്ട് അടുപ്പ് വെച്ചൊന്ന് തിളച്ചപ്പോൾ പുളിവെള്ളം ചേർത്ത്. അല്ലെങ്കിൽ നമ്മൾ ആദ്യമേ ചിലപ്പോൾ മുരിങ്ങയൊക്കെ വേവില്ല, ഇത് ഇവിടുത്തെ മേടിച്ചതാണ്. അങ്ങനെ പുളിവെള്ളം ആദ്യമേ നമ്മൾ ഉപ്പും പുളിയും ചേർത്ത് ചിലപ്പോൾ മുരിങ്ങയൊക്കെ ചിലപ്പം കല്ല് പോലെ ഇരിക്കും. അങ്ങനെ പിന്നെ ഇച്ചിരി വെന്തതിന് ശേഷമാണ് ഉപ്പും പുളിയൊക്കെ ചേർത്ത് അരപ്പുമൊക്കെ ചേർത്ത് അങ്ങനെ ഇതിനിപ്പോൾ കുറുവി വന്നിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഒരു തീയൽ, അങ്ങനെ തോരൻ, ചോറ് വാർത്തിട്ടിരിക്കുന്നു. ഒന്നിത് കാണിക്കാൻ പറ്റി എനിക്ക്, അല്ലെങ്കിൽ പിന്നെ ഇവിടെ കുക്കിങ്ങൊന്നും അങ്ങനെ കാണിക്കാൻ പറ്റില്ല. അടുപ്പിൽ നിന്നൊക്കെ ചേച്ചി പറയും ചോറ് വേണം കഞ്ഞി വേണം എന്നൊക്കെ പറയുമ്പോൾ ഞാൻ പിന്നെ കോരിക്കൊണ്ടങ്ങ് കൊടുക്കും. പിന്നെ എനിക്കൊന്നും ഇതുവരെ ചെയ്യാൻ പറ്റില്ല. ഇന്ന് ഇങ്ങനെ ഇവിടെ ഇരിപ്പുണ്ട്. ഇപ്പോൾ കുളിപ്പിച്ചിട്ട് വേണം ഈ ചോറ് കൊടുക്കാൻ. അപ്പോൾ പിന്നെ ശരി, ടാറ്റാ. എൻ്റെ ഈ ചെറിയ വീഡിയോയ്ക്കൊക്കെ ലൈക്ക് തരണേ സഹോദരങ്ങളെ കേട്ടോ. ടാറ്റാ. അങ്ങനെ നല്ലൊരു കളർഫുള്ളാണേ, അതാണ് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടത്. അപ്പോൾ പിന്നെ ടാറ്റാ.